And the next question, please. ഹായ് ടോബി ബ്രോ, നമുക്കൊരു സൂപ്പർ പവർ മൂവി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ പിന്നെ മിന്നൽ മുരളിയായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാമോ, അല്ലേ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? ആ സിനിമയുടെ സംവിധായകൻ എൻ്റെ സുഹൃത്ത് ബേസിൽ ജോസഫ് വളരെ തിരക്കിലാണ്, അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ അഭിനയിച്ച് തീർന്നിട്ട് വേണം അയാളെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കാൻ. പക്ഷെ തൽക്കാലം ശല്യപ്പെടുത്തേണ്ട, ഇപ്പോൾ അവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലാണ്. അതൊന്ന് തീർത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു സംവിധാനം, ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ബേസിൽ മറ്റൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു സിനിമ വേണമെന്ന് നമ്മൾ അങ്ങനെ ഫോഴ്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു സിനിമയല്ല. അത് അങ്ങനെ നല്ലൊരു ത്രെഡ് വരികയും നമുക്കെല്ലാവർക്കും അതിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുകയും അങ്ങനെ സംഭവിച്ചൊരു സിനിമയാണ്. അപ്പോൾ അതിന് രണ്ടാം ഭാഗം സംഭവിക്കുകയാണെങ്കിൽ അതും അതുപോലെ ഓർഗാനിക്കായിട്ട് സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു രണ്ടാം ഭാഗം എടുക്കുകയാണെങ്കിൽ അത് ഒന്നാം ഭാഗത്തിനേക്കാൾ എത്രയോ മടങ്ങ് നല്ലതായിരിക്കണം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യവും ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു ഉറപ്പുണ്ടാവുമ്പോൾ മിന്നൽ മുരളി സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ടോയിനോ. സുരഭിയുടെ അടുത്ത് ചോദ്യമൊന്നുമില്ലേ? ഞാൻ പണ്ടേ ചോദ്യത്തിന് ഉത്തരം പറയാത്ത ആളാ. I have a question for you. How do you prepare emotionally and physically for a character? Can I answer this in Malayalam? Because majority of the... Okay. രക്ഷപ്പെട്ടു. അതെ, ഓക്കെ. ഇത് ഈ സിനിമയിൽ ഞാൻ 3 കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ അടുത്ത് ഈ കഥാപാത്രങ്ങളുടെ കാര്യം ഒക്കെ പറഞ്ഞപ്പോൾ, കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ജിതിനും സുജിത്തേട്ടനും എൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് വേറെ 2 ആർട്ടിസ്റ്റുകളെയും കൂടെ വെച്ച് ഒരു ക്യാരക്ടർ ഞാനും ചെയ്ത് നമുക്കിതൊരു മൾട്ടി സ്റ്റാറാക്കി പ്ലാൻ ചെയ്യാം, എന്നാലേ ഈ സിനിമ നടക്കുകയുള്ളൂ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ സുജിത്തേട്ടനും ജിതിനും എന്നെ ഇരുത്തി എൻ്റെ അടുത്ത് മുഴുവൻ വിശദീകരിച്ച് തന്ന് എന്തുകൊണ്ട് ഞാൻ തന്നെ ഈ ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത് വിശദീകരിച്ച് തന്നപ്പോൾ എനിക്കും അത് മനസ്സിലായി. അപ്പോൾ അത് അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നിയത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, പക്ഷേ എനിക്ക് കുറേ സമയം വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ അങ്ങനെ ഞാൻ ആ സമയത്ത് അത് കേട്ടപ്പോൾ അങ്ങനെ ഭയങ്കര ഓക്കെ എന്നാൽ ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്ന അത്രയും ഒരു വളർന്നിട്ടുള്ളൊരു നടനോ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉള്ളൊരു നടനോ അങ്ങനത്തെ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ആക്ടറോ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് കഴിയുമെങ്കിൽ ഇത് ഒരു 3 കാലഘട്ടങ്ങളും സെപ്പറേറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കഥാപാത്രം അഭിനയിച്ച് തീർന്ന് അടുത്ത കഥാപാത്രത്തിലേക്ക് വന്ന് അത് തീർത്ത് 3ാമത്തേലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അത് അവർ സമ്മതിച്ചു. കാരണം അവർക്കും ആ ഗ്രാമത്തിൻ്റെ 3 ഡിഫറെൻറ്റ് കാലഘട്ടങ്ങൾ കാണിക്കണമായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മതിയാ കേൾക്കല്ല. ഒന്നാമത്തെ മോഷണം എന്താണെന്നാണോ? ഓക്കെ, ഇതിലെ 1ാമത്തെ മോഷണം എന്താണെന്ന് അറിയാൻ സെപ്റ്റംബർ 12-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുക, 3Dയിൽ കാണാം. ഓക്കെ, ഇനി ഞാനിത് പറഞ്ഞു തീർത്തോട്ടെ. അപ്പോൾ അപ്പോൾ അങ്ങനെ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം 3 കാലഘട്ടങ്ങൾ അവർക്ക് ഒരുക്കേണ്ട കാരണം ഉണ്ടായിരുന്ന കാരണം കൊണ്ട് അവരങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും എനിക്ക് ധൈര്യം വന്നില്ല. ഞാനൊരു ആക്ടിങ് ട്രെയിനറിനെയൊക്കെ വെച്ച് ഈ കഥാപാത്രത്തിനെ കൂടുതൽ മനസ്സിലാക്കി ഞങ്ങൾ ഒരു 5-6 ദിവസം ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിലൊക്കെ ഇരുന്ന് ഞങ്ങൾ സ്ക്രിപ്റ്റ് പലതവണ വായിച്ച് കഥാപാത്രത്തിൻ്റെ നോട്ട്സൊക്കെ എഴുതി ഞാൻ പഠിച്ച് നല്ല മിടുക്കനായിട്ട് ഫസ്റ്റ് ഡേ ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കുമാണ് എനിക്ക് അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള കോൺഫിഡൻസ് എന്നിൽ തന്നെ വന്നതും തരക്കേടിൽ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, അങ്ങനെ ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. താങ്ക് യു. Thank you. Over to the next question. ഹലോ ഹലോ ടോവിനോ, എൻ്റെ പേര് ജിൻഡോ എന്നാണ്, ജിൻഡോ തോമസ്. നമസ്കാരം ചേട്ടാ. ടോവിനോ, അപ്പം ഞാൻ ശരിക്കും ടോവിനോയ്ക്ക് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തത്. പക്ഷേ സുരഭിയോട് മാഡത്തിനോട് ക്വസ്റ്റ്യൻസ് ഞാൻ തയ്യാറാക്കില്ല. എനിവേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ 2 പേരും കൂടെ ആൻസർ ചെയ്താൽ മതി. ഓക്കെ. അപ്പം എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മറ്റുള്ള ഫിലിം ആർട്ടിസ്റ്റിനെ അപേക്ഷിച്ച് നിങ്ങൾ 2 പേരും എപ്പോഴും ഏതൊരു ഇൻ്റർവ്യൂവിലായാലും ഈവന് ഔട്ട്സൈഡിൽ എപ്പോഴും ഏതൊരു പബ്ലിക്കിനെ അപ്പിയർ ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനും വളരെ പ്ലസൻ്റ് ആയിട്ട് സ്മൈലിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങൾ അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ രഹസ്യം അതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? തീർച്ചയായിട്ടും അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾക്കും ഇഷ്ടം അതാണ്, അതുകൊണ്ടാണ്. അത് ജീവിതത്തിൽ പ്ലസൻ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്
അതൊരു ചോയ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബലം പിടിച്ച് ഗൗരവത്തിലൊക്കെ ഇരിക്കാം, ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ടും ഇരിക്കാം. എന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരിൽ നിന്നും. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്തും അതാണ്, നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ നിൽക്കുന്നു. അവരുടെ ഒരു നമ്മളൊന്നും കൊടുത്തിട്ടല്ല, നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾ കണ്ടിട്ട് ആ ഒരു സ്നേഹം കൊണ്ട് എന്നെ ടൊവിനോ വരുന്നു, അല്ലെങ്കിൽ ഇപ്പം ഞാൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അവർക്കുള്ള ഒരു സന്തോഷം, അവർക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു ചിരിയോ നല്ല എല്ലാവർക്കും ഒരു ചിലപ്പോൾ ഒരു ടാറ്റയോ അല്ലെങ്കിൽ ഒരു സെൽഫിയോ ഒക്കെ അത്രമാത്രം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക, അത്രേ ഉള്ളൂ. Right. Thank you, sir. Thank you. താങ്ക് യു ഏട്ടാ, താങ്ക് യു. Next question. എന്താ പാട്ട് പാടുന്നത് സുരഭി പാട്ട് പാടണം. ടൊവിനോ പാട്ട് ഞാൻ യോജിക്കുന്നു. എന്നോട് അവരങ്ങനെയൊന്നും പറയില്ല. പോകണം. ചോദ്യം കഴിഞ്ഞാ? ഇല്ല അതാ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഹലോ, ചോദ്യം. യെസ്, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഹലോ, Good evening. ഹലോ, ഗുഡ് ഈവനിങ്. Good evening, Tovino and Surabhi ma'am. നമസ്കാരം. ഗുഡ് ഈവനിങ്. Good evening. നിങ്ങളെ അടുത്ത് കണ്ടതിൽ വളരെ സന്തോഷം, ഈ ഒരു മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ ടൊവിനോനോടാണ്. ടൊവിനോ ഡെബ്യൂ മൂവി മുതൽ, പ്രഭുവിൻ്റെ മക്കൾ എന്നുള്ള മൂവി മുതൽ ഒരുപാട് മൂവീസ് ചെയ്തു. മായാനദി, 2018, വൈറസ്, മിന്നൽ മുരളി, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ റോളുകൾ ചെയ്തു. കുറച്ചുകൂടെ ശബ്ദത്തിൽ പറയാൻ അല്ലേ? കേൾക്കുന്നില്ല. ഷുവർ. ഒരുപാട് വ്യത്യസ്തമായ റോളുകൾ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ ഓരോ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ എന്താണ് താങ്കളുടെ ഇൻസ്പിറേഷൻ എന്നറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. അതായത് നമുക്ക് ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പോൾ നമ്മുടെ തലയിൽ നമ്മൾ ഒരു സിനിമ ഇമാജിൻ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ആ സംവിധായകൻ എടുത്തു വയ്ക്കണമെന്നില്ല. ചിലപ്പോൾ അതിനേക്കാളും ഗംഭീരമായിട്ട് എടുത്തു വയ്ക്കാം, ചിലപ്പോൾ അത്രയൊന്നും എത്തിയില്ലെന്നും വരാം. പക്ഷെ നമ്മൾ എടുക്കുന്നത് ഒരു ചാൻസാണ്. ഒരു 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 ലോട്ടറിയൊക്കെ എടുക്കുന്ന പോലെ ഒരു ചാൻസ് എടുക്കുകയാണ് നമ്മൾ. ആ സംവിധായകനിൽ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ മനസ്സിൽ കരുതിയ പോലെയൊക്കെ തന്നെയായിരിക്കും ആ സംവിധായകൻ അത് ചെയ്യുന്നത് എന്ന് കരുതിയിട്ടാണ്. ചിലത് ഭയങ്കരമായിട്ട് നമ്മൾ മനസ്സിൽ കരുതിയതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എടുത്തു വയ്ക്കും, ചിലത് അത്രയൊന്നും വന്നില്ലെന്ന് വരും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും അറിയാമെന്ന്, ഇതാണ് പ്രേക്ഷകർക്ക് വേണ്ട സിനിമ എന്ന് ആർക്കെങ്കിലും അറിയാം എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചാർലി ചാപ്ലിൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടതെന്ന് പ്രേക്ഷകർക്ക് അറിയില്ല, നമ്മൾ കൊടുക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് അവർ പറയും. അപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ ബാക്കി എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യമുണ്ടെങ്കിലും, എൻ്റെ മണി മാനേജ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അപ്പനോട് ചോദിക്കാം. അപ്പനോട് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് നല്ല ഒരു കറക്റ്റ് മറുപടി, ഒരു സൊല്യൂഷൻ കിട്ടുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ അപ്പനോട് പോലും ചോദിക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ എനിക്ക് എൻ്റെ അപ്പനേക്കാളും നന്നായിട്ട് എനിക്ക് സിനിമ അറിയാം. അപ്പോൾ ഇത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് എടുക്കേണ്ട, അത് എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെ ആയിരിക്കും, അവർ തന്നെ ഒറ്റയ്ക്ക് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതിൻ്റെ വരുംവരായികളെല്ലാം, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും എടുത്തുകൊണ്ട് നമ്മൾ ആ സിനിമ വിജയിക്കുകയാണെങ്കിലും പരാജയപ്പെടുകയാണെങ്കിലും ഒക്കെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു ചാൻസാണ്. നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സിനിമ ചെയ്ത് നോക്കുകയാണ്. അത് ഈ സിനിമയും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ചാൻസാണ്. ഞങ്ങളെല്ലാവരും പരസ്പരം വിശ്വസിച്ച് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിനിമ എടുത്ത് നോക്കിയതാണ്. അത് നല്ലതാണെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കും കൂടെ തോന്നണം. നിങ്ങളിപ്പോൾ ആ സിനിമ കണ്ടിട്ട് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ 4 പേരോട് പറയണം. കാര്യം ഞങ്ങൾ ഈ ചാൻസ് എടുത്തേക്കുന്നത് സക്സസ്ഫുൾ ആവണമെങ്കിൽ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.